ഹായ് ഗൈസ്, ഞാനിന്ന് അടിപൊളി ഒരു സ്ഥലത്താണ്. എന്നൊരു വാട്ടർഫോളിലാണ്. നമ്മുടെ നീലേശ്വരത്താണത്. നീലേശ്വരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ചായോം എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. ചായോത്തുനിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ കാണുമായിരിക്കും ഈ വാട്ടർഫോളിലേക്ക് വരാൻ. അടിപൊളി ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഇത് കാണണം. ഒരുപാട് ആളുകളൊന്നും വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. ചപ്പ് ചവറുകളോ അങ്ങനെ ഒന്നും ഇല്ല. ഈസി ആക്സസിബിളാണ് നമുക്ക് ഇങ്ങോട്ട് എത്തപ്പെടാൻ. പിന്നെ അങ്ങനെ അറിയപ്പെടാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അങ്ങനെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഇവിടെ എത്തിച്ചേരാം. കുറച്ച് ദിവസമായി മഴ പെയ്തിട്ട്, എങ്കിലും വെള്ളം കാണാൻ നല്ല രസമാണ്. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗമെല്ലാം നിറഞ്ഞൊഴുകുമത്രേ. നമ്മൾ നോക്കുന്ന ഈ ഭാഗത്തെല്ലാം നെറ്റി ഒഴുകുന്നതാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ കഴിയും. നമുക്കറിയാവുന്ന പോലെ എല്ലാ വെള്ളച്ചാട്ടവും മഴയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചൈനയിൽ വല്ലതും പോകണം, സ്ഥിരമായി ഒരേ ഫോക്കസിൽ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ. ചെറിയ ചെറിയ തട്ടായിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. നല്ല മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം. ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഒഴുകുന്നത് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരും പ്രകൃതി ഭംഗി ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാണ്. ഏതൊരു വെള്ളച്ചാട്ടവും നമ്മൾ കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ പോകണം. മഴക്കാലത്താണ് വെള്ളച്ചാട്ടം കാണേണ്ടത്. എന്നാൽ ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ നമുക്കത് വളരെ അപകടം പിടിച്ചതുമാണ്. ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ വെള്ളത്തിലേക്ക് ഒരുപാട് തണുപ്പൊന്നുമില്ല, അടിപൊളി വെള്ളം, നല്ല മിതമായ വെള്ളം. കണ്ണിൽ പോയി കുടിക്കാനൊക്കെ തോന്നും. വെള്ളം ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകുന്നത് ഏതൊരു മനസ്സിനെയും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അത് ഏതൊരു വെള്ളച്ചാട്ടത്തിലും നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെയും ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കാടിൻ്റെ ഇടയ്ക്കോടുള്ള ഈ അരുവിക്ക് അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല പച്ചപ്പുള്ള കാടും ആ കാട്ടിൽ നിന്ന് ഊറി ഒലിച്ചു വരുന്ന ഈ വെള്ളത്തിന് അങ്ങനെ കൺകുളിർക്കെ നോക്കി നിൽക്കാൻ നമുക്ക് തോന്നും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം എനിക്ക് എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് ഞാൻ പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കും മനോഹരമായ ഈ വെള്ളച്ചാട്ടം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള അതിയായുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോയ ഓരോ കാഴ്ചകളും നമ്മുടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു നോക്കുകയാണ്. പക്ഷേ
വളരെ സാഹസികമായ യാത്രകളുടെ അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. ഇങ്ങോട്ട് കയറി വരാൻ ശരിക്കും പറഞ്ഞാൽ വഴികൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളിലേക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടും തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയതാണ് കേട്ടോ. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പരിശ്രമങ്ങളൊന്നും ചെയ്യരുത്, അപകടമാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും വേറൊരു ചെറിയ വെള്ളച്ചാട്ടം. അത് മനോഹരമായിട്ടുണ്ട്. അത് കാടിൻ്റെ ഇടയ്ക്കോടെയുള്ള ആ ഒഴുക്ക് അത് ഒരു പറയുന്നത് തന്നെയാണ്. മൺസൂണ് ബേസ് ചെയ്താണ് ഈ വാട്ടർഫോൾ നിലനിൽക്കുന്നത് തന്നെ. ഇപ്പോൾ മൺസൂൺ സീസണാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചെല്ലട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് കാണാനൊരു അവസരമാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അറിയപ്പെടാതെ ഇങ്ങനെ കിടക്കുന്ന. അതുപോലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു സൈൻ ബോർഡ് പോലും ഇല്ലാത്തൊരു സ്ഥലം, പക്ഷേ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം. ഇത് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, ഇത് നമ്മളുടെ ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വളരെ നഷ്ടമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.